നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 28 തിങ്കൾ. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധേയ പദ്ധതികളിലൊന്നായ കെ ഫോണിൻ്റെ ഇന്റർനെറ്റ് സേവനം ഉപേക്ഷിക്കാനും മറ്റു സേവനദാതാക്കളിലേക്ക് മാറാനും അനുവാദം തേടി വിവിധ സർക്കാർ വകുപ്പുകൾ. ഇന്റർനെറ്റിൽ അടിക്കടിയുണ്ടാകുന്ന തടസ്സവും വേഗക്കുറവും പരാതികൾ പരിഹരിക്കുന്നതിനെടുക്കുന്ന കാലതാമസവും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ സേവനദാതാക്കളിലേക്ക് മാറാൻ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം തേടിയത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലിസ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട്. അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിന് നടപടി തുടങ്ങി. ആകെ 8,707 കോടി രൂപ ചെലവിൽ വിമാനത്താവളത്തിന്റെ ടെർമിനൽ നവീകരണം ഉൾപ്പെടെ സമഗ്ര വികസന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. നിലവിൽ ഏകദേശം 34 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം 1/2 കോടിയോളം യാത്രക്കാരാണ് കടന്നുപോയത്. പ്രതിവർഷം 2.7 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാലോട് രവി രാജിവെച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റായി KPCC വൈസ് പ്രസിഡന്റ് N ശക്തനെ കോൺഗ്രസ് നിയമിച്ചു. അടുത്ത മാസാദ്യം വിവിധ ജില്ലകളിൽ DCC പ്രസിഡന്റുമാരുടെ അഴിച്ചുപണി KPCC നേതൃത്വം നടത്താനിരിക്കെയാണ് പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് അധോഗതിയിലാണെന്നുമുള്ള രവിയുടെ സംഭാഷണം എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്ന കോൺഗ്രസ് സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കുകയാണ്. പ്രാദേശിക നേതാവിനോട് ശാസനാരൂപത്തിൽ സംസാരിച്ച രവി ചില നാടൻ പ്രയോഗങ്ങൾ ചേർത്ത് നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചതാണ് വിവാദത്തിന് വഴിവെച്ചതെന്ന് കോൺഗ്രസിന്റെ വാദം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നടത്തിയ സുരക്ഷാ പരിശോധനകൾ കാര്യക്ഷമമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വീണ്ടും സ്കൂളുകളിൽ പരിശോധന നടത്താനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് ഇല്ലെന്ന് തദ്ദേശ വകുപ്പ് കണ്ടെത്തുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച തന്നെ കടുത്ത നടപടിക്ക് തദ്ദേശ വകുപ്പിന്റെ നീക്കം. പഴക്കമുള്ളതും സ്റ്റെബിലിറ്റി ഇല്ലാത്തതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനും കെട്ടിട നിർമ്മാണ ചട്ടത്തിന്റെ ലംഘനമുണ്ടെങ്കിൽ അത് വേഗം ക്രമവൽക്കരിക്കാനും സ്കൂളിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെടും. ഇതിനായി നടക്കുന്ന പരിശോധനയിൽ 100ഓളം സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും തദ്ദേശ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ബഹളത്തിൽ മുങ്ങിയ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് വീണ്ടും സജീവമാകും. പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിലെ ചർച്ചകൾ ഇന്നു മുതൽ ഇരുസഭകളിലും നടക്കും. 16 മണിക്കൂറാണ് നീക്കിവച്ചിട്ടുള്ളതെങ്കിലും ചർച്ച നീളുമെന്നാണ് സൂചന. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷണ സ്ഥാപനമായ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുടെ മുന്നറിയിപ്പ്. കനത്ത മഴ പെയ്യുന്നതിനാലും ഉരുൾപൊട്ടൽ പ്രഭവകേന്ദ്രം ദുർബലമായി തുടരുന്നതിനാലും അതേ സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടാകാമെന്ന് വിലയിരുത്തൽ. കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും ജാഗ്രത തുടരണമെന്ന് ഹ്യൂം സെന്റർ ഡയറക്ടർ CK വിഷ്ണുദാസ് പറഞ്ഞു. ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനായി ഗാസയിൽ 3 ദിവസവും 10 മണിക്കൂർ സൈനിക നടപടി നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. അതുപോലെ ഭക്ഷണവും മരുന്നും കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കായി പ്രത്യേക സുരക്ഷിത പാത രാവിലെ 6 മുതൽ രാത്രി 11 വരെ തുറന്നുകൊടുക്കുകയും ചെയ്യും. ഇവ ഇന്നലെ നിലവിൽ വന്നു. അവശ്യവസ്തുക്കളുടെ അഭാവം മൂലം മാനുഷിക പ്രതിസന്ധിയിലായ ഗാസയ്ക്ക് ആശ്വാസമാകുന്ന നടപടിയാണിത്. മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറായി. യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US 15% തീരുവ ചുമത്തും. US ഊർജ്ജ മേഖലയിൽ $60,000 കോടി നിക്ഷേപം നടത്തും. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വിഭാഗത്തിന് തീരുവ 15%-ൽ കൂടുതലായാൽ യൂറോപ്യൻ യൂണിയന് തിരിച്ചടിയാകും. ഹരിദ്വാറിലെ മാനസദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കെട്ടിച്ചമച്ച കേസാണെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടണമെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. പെൺകുട്ടികൾക്ക് നേരെ കയ്യേറ്റമുണ്ടായെന്നും വിശദീകരണം വകവയ്ക്കാതെയാണ് അറസ്റ്റെന്നും CBI ആരോപിച്ചു. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് സംസ്ഥാനത്ത് 3 മരണം.
മലപ്പുറം വേങ്ങരയിൽ വിദ്യാർത്ഥിയും തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വയോധികയും പാലക്കാട് ഓലശ്ശേരിയിൽ കർഷകനുമാണ് മരിച്ചത്. കൊല്ലം തേവലക്കര ബോയ്സ് HSൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൂടി KECB ധനസഹായം അനുവദിച്ചു. നേരത്തെ അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ KECB അനുവദിച്ചിരുന്നു. അപകടത്തിൽ KECBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ഉത്തരവാദികളായി ആരെയും കണ്ടെത്തിയിട്ടില്ല. ചീഫ് സുരക്ഷാ കമ്മീഷണർ MA പ്രവീൺ തയ്യാറാക്കിയ അപൂർണമായ റിപ്പോർട്ട് തള്ളിയ മന്ത്രി K കൃഷ്ണൻകുട്ടി ഉത്തരവാദികൾ ആരെന്ന് വ്യക്തമായ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ KECB ചെയർമാന് നിർദ്ദേശം നൽകി. വനിതാ ചെസ് ലോകകപ്പ് 2ാം ഗെയിമിലും സമനില. വിജയിയെ ഇന്നറിയാം. ഇന്ത്യ-ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സമനില. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.